Dear students, in the previous class we were discussing about the first method for measuring the financial performance of the organization, that is return on investment method. This is the first method. The second one is residual income method. Today we are talking about residual income method. What is residual income? Residual income, actually it is the difference between the net profit before tax and the desired minimum rate of return on average capital employed. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ബിഫോർ ടാക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഡിസൈഡ് മിനിമം റിട്ടേൺ. എന്താണ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. റെസിജ്വൽ ഇൻകം ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ടു അസസ് ദ പെർഫോമൻസ് ഓഫ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടീം, ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ബിസിനസ് യൂണിറ്റ്. ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഓവറോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിജ്വൽ ഇൻകം മെത്തേഡ് ഉപയോഗിക്കുന്നത്. ദെൻ ദിസ് ഈസ് the income that one continues to receive after the completion of the income producing work. In corporate finance, residual income can be used as a measure of corporate performance, whereby company's management team evaluate income generated after paying all relevant cost of capital. അതായത് നമുക്കറിയാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലിന് കോസ്റ്റ് ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ക്യാപിറ്റലിന് കോസ്റ്റ് ഉണ്ടായിരിക്കും, ഡിബഞ്ചർ ക്യാപിറ്റലിന് കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ലോങ് ടേം ലോൺ, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതിനെല്ലാം എന്തുണ്ട് അതിൻ്റേതായിട്ടുള്ള കോസ്റ്റുകളുണ്ട്. ആ ഒരു നമ്മുടെ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് മീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതിൽ വരുന്ന ആ ഒരു ബാക്കി എമൗണ്ടിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ഡിസൈഡ് മിനിമം റിട്ടേൺ ഓൺ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് നമ്മൾ കളക്ട് ചെയ്ത കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ട് എമൗണ്ട് റേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കണം. ഡിബഞ്ചർ വെച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡിബഞ്ചറിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ലോങ് ടേം ലോൺ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നെറ്റ് പ്രോഫിറ്റിലുള്ള ബാലൻസിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ നമ്മളിവിടെ പറഞ്ഞു ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിസൈഡ് മിനിമം റിട്ടേൺ ഓൺ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ദെൻ എന്താണ് ഇക്വേഷൻ എന്ന് നോക്കാം. ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് റെസിജ്വൽ ഇൻകം ഈസ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഡിസൈഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഇൻട്രസ്റ്റും നെറ്റ് പ്രോഫിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് മൈനസ് ചെയ്യുന്നുണ്ട്. ആ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് പ്ലസ് അറ്റ് ദി എൻഡ് ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ നമ്മൾ ഡിസൈഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു മൈനസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ബാക്കി കിട്ടുന്ന ആ ഒരു ഇൻകത്തെയാണ് നമ്മൾ റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ് ഇൻറ്റു മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അത് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ്, ഓപ്പറേറ്റിംഗ് അസറ്റിൻ്റെ ആവറേജ് എമൗണ്ട് ഇൻറ്റു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. അത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുന്നു റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് കോസ്റ്റ് ഇൻവേർഡ് ഫോർ റേസിംഗ്
ക്യാപിറ്റൽ. അത് ഒന്നില്ലെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ ഫോമിലാവാം, ഇൻട്രസ്റ്റിൻ്റെ ഫോമിലാവാം. അത് ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. റെസിജ്വൽ ഇൻകം ഈസ് ദി എക്സസ് ഓഫ് ഇൻകം ഫ്രം ഓപ്പറേഷൻ ഓവർ എ മിനിമം ഡിസയേർഡ് ഇൻകം ഫ്രം ഓപ്പറേഷൻ. ഡിസയേർഡ് ഇൻകം എന്നാണ്. ഡിസയേർഡ് ഇൻകം ഫ്രം ഓപ്പറേഷൻ, അതായത് ഒരു ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം, ആ ഒരു ഇൻകം ആ ഒരു ഓപ്പറേഷന് വേണ്ടി നമ്മൾ റേസ് ചെയ്ത ഫണ്ടിൻ്റെ അതിൻ്റെ കോസ്റ്റിനേക്കാൾ എക്സസ് ആയിട്ട് വരുന്ന ഇൻകത്തെയാണ് നമ്മൾ റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഉണ്ട്. കമ്പാരിസൺ ബിറ്റ്വീൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റെസിജ്വൽ ഇൻകം മെത്തേഡ്. Return on investment is a financial ratio that measures the rate of return of a company's investment. അല്ലേ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും ആ കമ്പനിക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു എന്ന് മെഷർ ചെയ്യുന്നത് അതൊരു പെർസെൻറ്റേജ് രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ മോസ്റ്റ് ഓഫ് ദി കമ്പനി യൂസസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ടു കമ്പയർ ദ എഫിഷ്യൻസി ഓഫ് നമ്പർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഒരു കമ്പനിയുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പറയുന്നത്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. കൂടുതൽ ഏത് ഓപ്പർച്യൂണിറ്റി, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നിന്നാണോ റിട്ടേൺ കിട്ടുന്നത് അതായിരിക്കും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത് it is also used for measuring the financial performance of an investment. It is the net operating income an investment earns above the minimum required return on its operating assets. അതായത് നമ്മൾ പറഞ്ഞു ആ ഒരു മിനിമം റിട്ടേൺ, ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു മിനിമം റിട്ടേൺ ഉണ്ടായിരിക്കും. ആ ഒരു മിനിമം റിട്ടേണിൻ്റെ മുകളിലായിട്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് സിമിലാരിറ്റീസ് ആണ് പറയുന്നത്. ബോത്ത് അപ്രോച്ച് കൺസിഡർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടിലും നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോത്ത് ക്യാൻ എൻകറേജ് ഷോർട്ട് ടേം ഓറിയൻറ്റേഷൻ. രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതല്ലാതെ ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഷോർട്ട് ടേം ഓറിയൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മെത്തേഡും യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സിമിലാരിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ദെൻ ഫസ്റ്റ് ഡിഫറൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ പെർസെൻറ്റേജ് മെഷർ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് ആയിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. വൈൽ റെസിജ്വൽ ഇൻകം ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിട്ടാണ്, എത്ര റുപ്പി, അതായത് ഒരു എത്ര ഇൻകം നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, റെസിജ്വൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു അബ്സല്യൂട്ട് മെഷർ ആയിട്ടാണ് റെസിജ്വൽ ഇൻകം എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, പ്രോബ്ലം ഓഫ് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് മേ അറൈസ് ഇൻ ദ കേസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച്. ആ ഒരു അപ്രോച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു പ്രോബ്ലം അറൈസ് ചെയ്യാം. കാരണം നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുറച്ചുകൂടി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ആ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേണിൽ ഇൻക്രീസ് ചെയ്യുമോ എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ എന്ത് ചെയ്യാം, അവിടെ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റോ അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റോ ഉണ്ടാവാം. പക്ഷേ റെസിജ്വൽ ഇൻകത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല. കാരണം ഒരു അബ്സല്യൂട്ട് ഫിഗർ ആയിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അപ്പോൾ എത്ര എമൗണ്ട് ആണ് അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ തേർഡ് വൺ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കമ്പാരിറ്റീവ് മെഷർ. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കമ്പാരിറ്റീവ് മെഷർ. അതായത് ഒന്നിലധികം, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ മുമ്പിലുള്ള ഒന്നിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ് residual income approach is more useful as a performance measure for a single investment.
ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഏറ്റവും നല്ല അപ്രോച്ച് എന്ന് പറയുന്നത് റെസിജ്വൽ ഇൻകം അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ 2-3 ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡും ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ റെസിജ്വൽ ഇൻകം മെത്തേഡുമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്കോപ്പാണ്. ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡ് സ്കോപ്പാണ്. ദെൻ കാരണം നമ്മൾ പറഞ്ഞു ഒരു കമ്പാരിറ്റീവ് ഒന്നിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അനലൈസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് റിട്ടേൺ ഫോർ പ്രോഡക്റ്റ് ഡിവിഷൻ ഓർ ദി ഹോൾ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അനലൈസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇവിടെ പറയുന്നത് ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇറ്റ് ക്യാൻ ഷോ ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എസ്പെഷ്യലി ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മോണിറ്ററി ടേംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മണി വാല്യൂവിൽ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി കാണിക്കാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, റെസിജ്വൽ ഇൻകം അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടേൺ ഓൺ ഇൻകം അപ്രോച്ച് ആൻഡ് റെസിജ്വൽ ഇൻകം അപ്രോച്ച്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. The CEO of ABC Limited is debating an investment. The investment projected to earn rupees 20,000 annually and will require the company to acquire rupees 1 lakh in asset. The following chart summarize ABC's limited decision. എന്താ പറയുന്നത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി മുമ്പിലുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 ആനുവലി എന്ത് കിട്ടുന്നുണ്ട്, റിട്ടേൺ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 lakh എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ ഒരു കമ്പനിയുടെ കാൽക്കുലേഷനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാണെന്ന് പറയുന്നുണ്ട്. ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് 75,000, ആഫ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് നമ്മൾ ഈ 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 95,000 ആണ്. ദെൻ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പുള്ള ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് 3 lakh. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് 4 lakh ആണ് ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ്. അസ്യൂം ABC ഈസ് ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ ഗ്രോത്ത് ഇൻ ദ കമ്പനീസ് റെസിജ്വൽ ഇൻകം. റെസിജ്വൽ ഇൻകത്തിലുള്ള ഗ്രോത്ത് അനുസരിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ABC ലിമിറ്റഡ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്തത്. ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ABC ലിമിറ്റഡ് ഈസ് 15%. വുഡ് യു റെക്കമെൻഡ് ABC ടു മേക്ക് ദ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റും ആഫ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റും എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആഫ്റ്റർ ഇൻകത്തിൻ്റെ റെസിജ്വൽ ഇൻകം ബിഫോറിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് നടത്തണം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഇനി നേരെ മറിച്ചാണ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടും റെസിജ്വൽ ഇൻകം കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറുകൾ ഇതാണ്. ഓപ്പറേറ്റിംഗ് ഇൻകം 75,000, ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ് 3 lakh ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ആഫ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ 95,000, 4 lakh. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇക്വേഷൻ ഇവിടെ നമുക്ക് ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വരുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിജ്വൽ ഇൻകം ഈസ് ഈക്വൽ ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ് ഇൻറ്റു മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കൂ. ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നമുക്ക് നോക്കാം. ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിരിക്കുന്നത് 75,000 ആണ്. ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ് തന്നിരിക്കുന്നത് 3 lakh ആണ്. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ രണ്ടിൻ്റെയും സെയിം ആണ്, 15% ആണ്. സോ ദ റെസിജ്വൽ ഇൻകം ഈസ് 75,000 മൈനസ് 3 lakh into 50%. 3 lakh is average operating asset into 15%. The 15% of 3 lakh is 45,000. So 75,000 minus 45,000 is equal to 30,000. The residual income before investment is 30,000. Then the residual income after investment is here. The operating income is 95,000. After investment operating income പറഞ്ഞിരിക്കുന്നത് 95,000 ആണ്. Average operating asset is 4 lakh. Required rate of return is 15%. So 95,000 minus 4 lakh into 15%. 15% of 4 lakh is 60,000.
So 95,000 minus 60,000 is equal to 35,000. The residual income after investment is 35,000. ഇവിടെ നോക്കൂ, residual income before investment 30,000 ആഫ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് 35,000 ആണ്. സോ നമുക്ക് എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്? സോ കമ്പനിക്ക് എന്ത് നടത്താം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് ഈ മെത്തേഡ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അതായത് നമുക്ക് ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റിലെ റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം, ആഫ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റിലെ റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ബെറ്റർ ആണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സജസ്റ്റ് ചെയ്യുന്നു. ഇൻ ദിസ് കേസ് the new investment opportunity is good. Okay. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.